ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കണ്ണും നട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് വരാനിരിക്കുന്ന 2026 വേൾഡ് കപ്പ്. ഫുട്ബോളിൽ വേൾഡ് കപ്പിനോളം മനോഹരമായ മറ്റൊരു ഇവന്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേൾഡ് കപ്പിന്റെ ആ ഒരു സമയം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ പ്രായഭേദമന്യേ ആ ഒരു തുകൽപന്തിലേക്ക് ചുരുങ്ങും. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് 2026 തങ്ങളുടെ കിരീടം നിലനിർത്താൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് നിരവധി പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ കപ്പുയർത്തിയത്. 2022 ഖത്തർ വേൾഡ് കപ്പിന് മുൻപ് അർജന്റീൻ പരിശീലകൻ ലിയണൽ സ്കലോനിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ടീമേയല്ല ടൂർണമെന്റ് എത്തിയപ്പോഴേക്കും അർജന്റീനയിൽ ഉണ്ടായിരുന്നത്. മുൻനിര താരങ്ങളുടെ പരിക്കായിരുന്നു ലിയണൽ സ്കലോനിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത്. ലിയണൽ സ്കലോനിയുടെ 11 സ്ഥിര സാന്നിധ്യങ്ങളായിരുന്ന നിക്കോ ഗോൺസാലസ്, ജിയോവാനി ലോസെൽസോ അടക്കമുള്ള താരങ്ങളുടെ പരിക്ക് അർജന്റീന ആരാധകരിൽ ഏറെ ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരിശീലകൻ ലിയണൽ സ്കലോനി വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയായിരുന്നു എത്തിയിരുന്നത്. പരിക്കുകൾ ടീമിനെ വലച്ചെങ്കിലും യുവതാരങ്ങളെ കളത്തിലിറക്കിയാണ് സ്കലോനി വിജയം കൊയ്തത്. യുവതാരങ്ങളായ എൻസോ ഫെർണാണ്ടസ്, ജൂലിയൻ ആൽവരസ്, അലക്സിസ് മാക്കലിസ്റ്റർ എന്നിവരുടെയെല്ലാം പ്രകടന മികവാണ് അർജന്റീനക്ക് കരുത്തായത്. വ്യക്തമായി പറഞ്ഞാൽ പരിശീലകൻ ലിയണൽ സ്കലോനിയുടെ പ്ലാൻ ബി തന്നെയായിരുന്നു അവിടെ വിജയം കണ്ടത്. എന്നാൽ വരാനിരിക്കുന്ന 2026 വേൾഡ് കപ്പിൽ ഏത് വിധേനയാകും അർജന്റീൻ പരിശീലകൻ ലിയണൽ സ്കലോനി അർജന്റീന സ്ക്വാഡിനെ അണിനിരത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകരും ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത്. ഇനി നമുക്ക് അർജന്റീൻ സ്ക്വാഡിലെ പ്രതിരോധത്തിന്റെ ഡെപ്ത് ഒന്ന് ഡീപ്പായി പരിശോധിക്കാം. ഇതിൽ നിലവിലുള്ള താരങ്ങളുടെയും അപ്കമിംഗ് താരങ്ങളുടെയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് 2026 വേൾഡ് കപ്പിനൊരുങ്ങുന്ന അർജന്റീൻ സ്ക്വാഡിലെ പുതുമുഖ താരങ്ങളെയും നമ്മൾ ഈ വീഡിയോ വഴി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അർജന്റീൻ ദേശീയ ടീമിലെ ഈ ഒരു പുതുമുഖ താരങ്ങളെ നിങ്ങൾ ആദ്യമായിട്ടാകും ഡീറ്റെയിൽ ആയി അറിയാൻ പോകുന്നത്. ആദ്യം തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് നോക്കുമ്പോൾ മോണ്ടിയൽ മൊളീന എന്നിവരെയാകും അർജന്റീന ആരാധകരുടെ മനസ്സിലേക്ക് ആദ്യം വരിക. എന്നാൽ ഇവിടെയുള്ളൊരു ചോദ്യം, ഇനിയും എന്തിന് മോണ്ടിയലിനെയും മൊളീനയെയും വിശ്വസിച്ച് നിൽക്കണമെന്നതാണ്. നമുക്കറിയാം പരിശീലകൻ ലിയണൽ സ്കലോനി ടീം സെലക്ഷന്റെ കാര്യത്തിൽ വളരെയധികം കർക്കശക്കാരനാണ്. ഫോമിലല്ലാത്ത ഒരു താരങ്ങളെയും സ്കലോനി ടീമിലെടുക്കാറില്ല. അതിനുദാഹരണമാണ് സ്കലോനി വന്നതിന് മുൻപുള്ള അർജന്റീൻ ദേശീയ ടീമും സ്കലോനി വന്നതിന് ശേഷമുള്ള അർജന്റീൻ ദേശീയ ടീമും. മൊളീനയുടെ കഴിഞ്ഞ ചില മത്സരങ്ങളിലെ ഫിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര മികച്ച ഫോമിലല്ല താരം നിലവിലുള്ളത്. ഇനി മോണ്ടിയലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അർജന്റീനയുടെ മത്സരത്തിൽ സ്ക്വാഡിൽ പോലും താരം ഉൾപ്പെട്ടിട്ടില്ല. നിലവിലെ ഇരു താരങ്ങളുടെയും ഫോം പരിഗണിക്കുമ്പോൾ ടീമിലേക്കുള്ള സാധ്യതകൾ വളരെയധികം പരിങ്ങലിലാണെങ്കിലും 2026 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇരു താരങ്ങളും ഉൾപ്പെടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വേൾഡ് കപ്പിന് മുൻപ് ഇരു താരങ്ങളും അവരുടെ ഉയർന്ന ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അവർ അർജന്റീൻ സ്ക്വാഡിൽ ഉൾപ്പെടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഫോമിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ അവർ അർജന്റീൻ സ്ക്വാഡിൽ ഉൾപ്പെടുകയുള്ളൂ. കാരണം നമുക്കറിയാം അർജന്റീൻ പരിശീലകൻ ലിയണൽ സ്കലോനിയുടെ ഡിസിഷൻ തന്നെയാകും അന്തിമം. ഒരിക്കലും സ്കലോനി ഒരു താരത്തിന്റെ ഫെയിം നോക്കിയിട്ട് താരത്തെ ടീമിൽ എടുക്കാറില്ല. അതായത് താരം മുൻപ് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ താരം ലോകോത്തര ക്ലബ്ബുകളിലാണോ നിലവിൽ കളിക്കുന്നതെന്ന് സ്കലോനി പരിഗണിക്കാറില്ല. അതിന് ഒരു വലിയ ഉദാഹരണമാണ് 2021 എൻസോ ഫെർണാണ്ടസ് അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി തന്റെ ഡെബ്യൂ മത്സരം കളിക്കുമ്പോൾ അർജന്റീൻ ക്ലബ്ബായ റിവർ പ്ലേറ്റിന്റെ താരമായിരുന്നു അദ്ദേഹം. കൂടാതെ നെഹുൽ മൊളീനയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അന്ന് ഉദിനിസിന്റെ താരമാണ്. മാക്കലിസ്റ്റർ ആണെങ്കിൽ അന്ന് ബ്രൈറ്റന് വേണ്ടി സൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ജൂലിയൻ ആൽവരസിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അദ്ദേഹം റിവർ പ്ലേറ്റിന്റെ താരമായിരുന്നു. അതായത് ഇവരെയൊന്നും മികച്ച ക്ലബ്ബുകളിലാണോ അല്ലെങ്കിൽ യൂറോപ്പിലാണോ പന്ത് തട്ടുന്നതെന്ന് നോക്കിയിട്ടല്ല സ്കലോനി അന്ന് ടീമിലെടുത്തത്. അതായത് മോണ്ടിയൽ മൊളീന എന്നിവരെക്കാൾ മികച്ച റൈറ്റ് ബാക്ക് ഓപ്ഷനുകൾ അർജന്റീൻ ടീമിലുണ്ട്. അതിനാൽ തന്നെ മികച്ച ഫോമിലെത്തിയാൽ മാത്രമേ ഇരു താരങ്ങളെയും സ്കലോനി സ്ക്വാഡിൽ എടുക്കുകയുള്ളൂ. അന്ന് യൂറോപ്പിൽ കളിക്കാത്ത താരങ്ങളായിരുന്നു അർജന്റീൻ സ്ക്വാഡിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ ഇത്തവണ അർജന്റീനയുടെ റൈറ്റ് ബാക്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് അഗസ്റ്റിൻ ഗുയെ. 21കാരനായ പൽമേരസിന് വേണ്ടി കളിക്കുന്ന അഗസ്റ്റിൻ ഗുയെ മികച്ച പ്രകടനമാണ് നിലവിൽ ക്ലബിൽ പുറത്തെടുക്കുന്നത്. താരത്തിന്റെ കഴിഞ്ഞ ചില മത്സരങ്ങളിലെ സ്റ്റാറ്റിക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പൽമേരസിന്റെ റൈറ്റ് ബാക്കിലെ ഫസ്റ്റ് ചോയ്സ് ആണ് അദ്ദേഹം. വളരെയധികം അഗ്രസീവായ താരമായതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ആദ്യ 11 താരം വരികയാണെങ്കിൽ അർജന്റീനക്കും അത് ഗുണകരമാകും. അഗസ്റ്റിൻ ഗുയയുടെ കഴിഞ്ഞ ചില മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മികച്ച റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും അദ്ദേഹം പാൽമേരസിന് വേണ്ടി തേർഡ് ബാക്ക് പൊസിഷനിലാണ് കളിക്കാറുള്ളത്. അതായത് സ്കലോനിയുടെ സിസ്റ്റത്തിന് വളരെയധികം ആപ്റ്റായ താരമാണ് അദ്ദേഹം.
ഒരു ഡിഫൻസീവ് സെന്റർ ബാക്ക് പ്ലസ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന അദ്ദേഹത്തിന് മത്സരത്തിലുടനീളം വളരെയധികം ടാക്ടിക്കൽ ഫ്രീഡം ലഭിക്കും. ഇതുവഴി വലത് വിങ്ങിലൂടെ നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ട് സ്കലോനിയുടെ തന്ത്രങ്ങളിൽ പ്രധാന പങ്കുവഹിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഉദാഹരണമായി അദ്ദേഹത്തിന്റെ ഒരു മത്സരത്തിലെ ഹീറ്റ് മാപ്പാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളമാണ് അദ്ദേഹം വിങ്ങിലൂടെ മുന്നേറ്റം നടത്തുന്നതെന്ന്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് റേസിംഗ് ക്ലബിൽ കളിക്കുന്ന തോബിയസ് റോബിയോ. വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരമാണ് തോബിയസ് റോബിയോ. അതുപോലെ തന്നെ മറ്റൊരു താരമാണ് ജൂലിയൻ ഓഡെ. ഈ രണ്ട് താരങ്ങൾക്കും അർജന്റീൻ ദേശീയ ടീമിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കുള്ള കോളപ്പ് ലഭിക്കുക എന്നത് എത്രത്തോളം സാധ്യമാണെന്ന് പറയാൻ സാധിക്കില്ല. ഇവരിൽ 3 പേരിൽ ഏറ്റവും സാധ്യത ആർക്കെന്ന് ചോദിച്ചാൽ അത് അഗസ്റ്റിൻ ഗുയക്ക് തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രകടനം അത്രയും മികച്ചതായിരുന്നു. അപ്പോൾ നെഹുൾ മൊളീന, മോണ്ടിൽ എന്നിവർക്ക് ബാക്കപ്പ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊപ്പം തന്നെ ഈ ഒരു താരത്തെയും നമുക്ക് അർജന്റീൻ സ്ക്വാഡിൽ പ്രതീക്ഷിക്കാം. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ മാർക്കോസ് അക്കൂന, തഗ്ലിയാഫിഗോ എന്നിവരാണ് അർജന്റീനയുടെ ഓപ്ഷൻസ്. ഇതിൽ വളരെയധികം ഡീസന്റ് ആയ ഒരു പ്രകടനമാണ് തഗ്ലിയാഫിഗോ പുറത്തെടുക്കുന്നത്. മികച്ചൊരു ഡിഫൻസീവ് ബാലൻസ് ഉള്ള താരമാണ് തഗ്ലിയാഫിഗോ. എന്നാൽ ഇനി അക്കൂനയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദേശീയ ടീമിന്റെ മത്സരങ്ങളിൽ ടീമിൽ സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി സ്കലോനിയുടെ ലെഫ്റ്റ് ബാക്കിലേക്കുള്ള ചോയ്സുകൾ ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആദ്യം വരുന്ന പേര് വാലന്റൈൻ ബാർക്കോ എന്ന് തന്നെയാണ്. ബ്രൈറ്റനിൽ സൈൻ ചെയ്ത താരം നിലവിൽ സ്റ്റാർസ്ബർഗിന് വേണ്ടി ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർസ്ബർഗിലെത്തിയ ലെഫ്റ്റ് ബാക്ക് താരത്തെ നിലവിൽ സ്റ്റാർസ്ബർഗ് DMF പൊസിഷനിലാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പൊസിഷനും അദ്ദേഹം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പേരാണ് ജൂലിയോ സോളർ. ജൂലിയോ സോളറെ ബാർക്കോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാർക്കോ മികച്ച ബോൾ ടേക്കിംഗ് എബിലിറ്റി ഉള്ള താരമാണ്. കൂടാതെ വളരെയധികം അഗ്രസീവും അറ്റാക്കിംഗ് ഫുട്ബോളർ കൂടിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബാർക്കോയേക്കാൾ വളരെയധികം അപകടകാരിയാണ് ജൂലിയോ സോളർ. നിലവിൽ ബേൺമൗത്തിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ജൂലിയോ സോളറിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബുകളടക്കം രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീൻ സ്ക്വാഡിലേക്ക് താരം ഉൾപ്പെടാനുള്ള സാധ്യത പരിഗണിക്കുകയാണെങ്കിൽ വളരെയധികമാണ്. കാരണം ഡിഫൻസീവിലും അറ്റാക്കിങ്ങിലും വളരെയധികം ബാലൻസീവായി കളിക്കാനുള്ള ഒരു കഴിവ് ജൂലിയോ സോളർക്കുണ്ട്. തീർച്ചയായും അക്കൂനക്കും തഗ്ലിയാഫിഗോയ്ക്കും മികച്ചൊരു ബാക്കപ്പ് തന്നെയാണ് ജൂലിയോ സോളർ. കാരണം പ്രതിരോധത്തോടൊപ്പം തന്നെ അറ്റാക്കിങ്ങിലും സഹായിക്കാൻ താരത്തിന് സാധിക്കും. കൂടാതെ വളരെയധികം ഉയരക്കൂടുതലുള്ള താരമായതുകൊണ്ട് തന്നെ ഹൈറ്റ് അഡ്വാൻറ്റേജും താരത്തിനുണ്ട്. ഇനി സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ട പേര് നിക്കോളാസ് ഓട്ടോമെൻഡിയുടേതാണ്. 2026 വേൾഡ് കപ്പിൽ ഓട്ടോമെൻഡി കളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും താരത്തിന് 38 വയസ്സാകും. എന്തായാലും താരത്തിന്റെ അവസാന വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ താരം ടീമിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ക്രിസ്ത്യൻ റൊമേറോ ഓട്ടോമെൻഡി കൂട്ടുകെട്ട് തന്നെയാകും ഡിഫൻസിലുണ്ടാകുക. എന്നാൽ ഇനി ഇവരുടെ ബാക്കപ്പുകളായി ആരൊക്കെയുണ്ടെന്ന് നോക്കാം. ലിസാൻഡ്രോ മാർട്ടിനസ് ദീർഘകാലമായി പരിക്ക് മൂലം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീമിന് പുറത്താണ് അദ്ദേഹം. നിലവിൽ പരിക്കുമാറി തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ഈ സീസൺ വളരെയധികം ക്രൂഷ്യലാണ്. അദ്ദേഹം തിരിച്ചെത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുക തന്നെ വേണം. തീർച്ചയായും ലിസാൻഡ്രോ അർജന്റീനയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ്. സെൻറ്റർ ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും വളരെയധികം ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള താരമാണ് അദ്ദേഹം. പലപ്പോഴും പൊസിഷൻ സ്വിച്ച് ചെയ്ത് കളിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഇനി പരിശീലകൻ ലിയണൽ സ്കലോനിയുടെ പരിഗണനയുള്ളത് ജർമ്മൻ ബസല്ല, നെഹുൻ പെരസ്, ഫക്കുണ്ടോ മെഡീന. ഇവരുടെ ഫോം പരിഗണിച്ച് നിലവിൽ ഏറ്റവും സാധ്യതയുള്ളത് ഫക്കുണ്ടോ മെഡീനയ്ക്ക് തന്നെയാണ്. എന്നാൽ ഈ ഒരു ലിസ്റ്റ് ഇവിടെ കൊണ്ട് തീരുന്നില്ല. കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലടക്കം ഉൾപ്പെട്ട ഒരു താരമുണ്ട്, കെവിൻ ലൊമനാങ്കോ. അർജന്റീനയുടെ പ്രതിരോധത്തിലെ ഒരു ഭാവി തന്നെയാണ് അദ്ദേഹം. അർജന്റീനയ്ക്ക് വേണ്ടി അണ്ടർ-20 വേൾഡ് കപ്പ് അടക്കം പ്രതിനിധീകരിച്ച ഒരു താരമാണ് അദ്ദേഹം. കൂടാതെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ചില മത്സരങ്ങളിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച റിസൾട്ടാണുള്ളത്. കൂടാതെ അർജന്റീനയുടെ കഴിഞ്ഞ മത്സരത്തിൽ സ്കലോനി ഇദ്ദേഹത്തെ കോളപ്പ് ചെയ്തിരുന്നു. ഇനി അർജന്റീൻ പ്രതിരോധത്തിൽ സാധ്യതയുള്ള മറ്റൊരു താരമാണ് ലിയനാർഡോ ബലേർഡി. ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക്കോ ഡി മാർസയ്ക്ക് വേണ്ടിയാണ് താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരിൽ ഏറ്റവും അധികം സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും സ്കലോനിയുടെ ചോയ്സ് ഇപ്രകാരമായിരിക്കും: ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടോമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, ബലേർഡി, കെവിൻ ലൊമനാങ്കോ. ഇവരിൽ ആരുടെ പാർട്ണർഷിപ്പിലും ഒരു പ്രതിരോധ നിര വന്നാലും അത് മികച്ചതാകും. ഇനി നമുക്ക് അർജന്റീനയുടെ മിഡ്ഫീൽഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ പരേഡസ്, മാക്കലിസ്റ്റർ, എൻസോ, ഡീപോൾ, പലാസിയോസ്, ലോസെൽസോ എന്നിവരാണ് പരിശീലകൻ ലിയണൽ സ്കലോനിയുടെ പരിഗണനയിലുള്ളത്. എന്നാൽ ഇതിൽ ചില മാറ്റങ്ങൾ സ്കലോനി വരുത്തിയേക്കാം.
പ്രധാനമായും അർജന്റീനയുടെ യുവതാരം തിയാഗോ അൽമാഡ തന്നെയാകും മധ്യനിരയിലേക്ക് എത്തുക. അൽമാഡക്ക് പുറമെ വളരെയധികം സാധ്യതയുള്ള മറ്റൊരു താരമാണ് നിക്കോ പാസ്. നിക്കോ പാസിന്റെ അറ്റാക്കിംഗ് എബിലിറ്റി വളരെ മികച്ചതാണ്. അതിനാൽ തന്നെ ഒരു സബ്ബക്കായി മത്സരത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പാക്റ്റ് മത്സരത്തിൽ കൊണ്ടുവരാൻ താരത്തിന് സാധിക്കും. അടുത്തതായി മാക്സിമോ പെറൂൺ, അതുപോലെ തന്നെ ക്ലോഡിയോ എച്ചവേരി, ഫക്കുണ്ടോ ബൊനോട്ടെ. ഇവർക്ക് പുറമെ ഫ്രാങ്കോ മസ്റ്റാൻഡിനോ. താരം സ്പാനിഷ് വമ്പന്മാരായ റിയൽ മാഡ്രിഡിലേക്ക് ന്യൂ സൈനിങ്. മധ്യനിരക്ക് പുറമെ ഫ്രാങ്കോ മസ്റ്റാൻഡിനോയ്ക്ക് ഫോർവേഡിലും കളിക്കാൻ സാധിക്കും. വളരെയധികം അറ്റാക്കിംഗ് കേപ്പബിലിറ്റിയുള്ള ഒരു താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പുറമെ മധ്യനിരയിൽ വരാൻ സാധ്യതയുള്ള ഒരു താരമാണ് എൻസോ ബാരൻസിയ. ഡിഫൻസീവ് മിഡിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു താരമാണ് അദ്ദേഹം. അടുത്തതായി ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മിൽട്ടൺ ഡെൽഗാഡോ. അർജന്റീനയുടെ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം മധ്യനിരയിലെ ഭാവി തന്നെയാണ്. അടുത്തതായി ഇഗ്നാസിയോ ഫെർണാണ്ടസ്. മധ്യനിരയിൽ പ്രതിരോധ ചുവയുള്ള ഒരു താരം. പരാഡസിനെ പോലെ ഒരു കളിശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെതു. ഈ പുതുമുഖ താരങ്ങളിൽ ടീമിലേക്ക് ഇടം നേടാൻ ഏറെ സാധ്യതയുള്ള താരങ്ങളാണ് തിയാഗോ അൽമാഡ, ക്ലോഡിയോ എച്ചവേരി, നിക്കോ പാസ്, ഫ്രാങ്കോ മസ്റ്റാൻഡിനോ. എൻസോ പരാഡസ്, ഡീപോൾ, മാക്കലിസ്റ്റർ, ലോസെൽസോ എന്നിവരെല്ലാം ടീമിലുണ്ടെങ്കിലും ഇവർക്ക് പുറമെ മികച്ചൊരു ഓപ്ഷനുകളാണ് ഈ യുവനിര താരങ്ങൾ. ഇനി അർജന്റീനയുടെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ലൗതാറോ മാർട്ടിനസ്. ഇന്റർ മിലാനിന്റെ നായകനാണ് അദ്ദേഹം. നിലവിൽ മികച്ച പ്രകടനമാണ് ഇന്ററിന് വേണ്ടി ലൗതാറോ മാർട്ടിനസ് പുറത്തെടുക്കുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് ജൂലിയൻ ആൽവരസ്. ഇവർക്ക് രണ്ടുപേർക്കും പുറമെ വരാൻ പോകുന്ന ഒരു യുവതാരമാണ് സാന്റിയാഗോ കാസ്ട്രോ. ഇദ്ദേഹം മികച്ചൊരു സ്ട്രൈക്കർ ആണെങ്കിലും ജൂലിയൻ ആൽവരസും ലൗതാറോ മാർട്ടിനസും ഉള്ളത് കൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പ് സ്ക്വാഡിലേക്കുള്ള കോളപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായി ഏഞ്ചൽ കൊറേയാണ്. വിങ്ങറായി കളിക്കുന്ന താരത്തെയും ടീമിലേക്ക് പരിഗണിക്കുന്നത് വളരെ കുറവാണ്. ഇനി വിങ്ങർമാരുടെ റോളിൽ വരാൻ സാധ്യതയുള്ള യുവതാരങ്ങളാണ് ഗുലിയാനോ സിമിയോണി, അതുപോലെ തന്നെ യുണൈറ്റഡിന്റെ അലക്സാൻഡ്രോ ഗർനാച്ചോ, അതുപോലെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പ് പരിക്ക് മൂലം നഷ്ടമായ നിക്കോ ഗോൺസാലസ്, കൂടാതെ മത്യോസുലെ എന്നീ യുവതാരങ്ങൾക്കാണ് സാധ്യത കൂടുതലുള്ളത്. മത്യോസുലെ നിലവിൽ ഇറ്റാലിയൻ ക്ലബായ AS റോമയിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. അർജന്റീൻ മുന്നേറ്റത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു താരം തന്നെയായി മാറും മത്യോസുലെ. അതുപോലെ തന്നെ ജോക്കിൻ കൊറിയ, വാലന്റൈൻ കാർബോണി എന്നിവരും മികച്ച ഓപ്ഷനുകളാണ്. ഇവർക്ക് പുറമെ ബെഞ്ചമിൻ ഡൊമിഗസ്, നിക്കോ പാസ് എന്നിവരും അറ്റാക്കിങ്ങിൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള യങ് പ്ലേയേഴ്സ് ആണ്. ഇവർക്കൊപ്പം വളരെയധികം എക്സ്പീരിയൻസ് കൂടിയുള്ള നായകൻ ലിയണൽ മെസ്സി കൂടിയാകുമ്പോൾ വളരെയധികം മികച്ചൊരു കോമ്പിനേഷൻ ആകും. അതുപോലെ പൗലോ ഡിബാലയ്ക്ക് ഈയൊരു വേൾഡ് കപ്പിൽ എത്രത്തോളം അവസരങ്ങൾ ലഭിക്കുമെന്നതും നോക്കിക്കാണേണ്ട ഒന്നാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യൂറോപ്പിലെ വൻകിട ക്ലബ്ബുകളിൽ നിന്ന് വമ്പൻ താരങ്ങളെ കൊണ്ടുവന്ന് ടീം എടുക്കുക എന്നതാകില്ല സ്കലോനിയുടെ തന്ത്രം. മറിച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിലേതുപോലെ തന്നെ ടാലന്റ് ഉള്ള താരങ്ങൾക്ക് അവസരം നൽകുക എന്നത് തന്നെയാകും. ഇനി നമുക്ക് ഈ പുതുമുഖ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അർജന്റീനയുടെ സാധ്യത 11 എങ്ങനെയൊക്കെ എന്ന് നോക്കാം. ആദ്യ 11 ഗോൾ പോസ്റ്റിൽ ഡിബു മാർട്ടിനസ് തന്നെയാണ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത്. ഇനി വലത് വിംഗ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന വേൾഡ് കപ്പിൽ പരിശീലകൻ ലിയണൽ സ്കലോനി മോണ്ടിയൽ മൊളീന എന്നിവരെ ഫസ്റ്റ് ചോയ്സായി കണക്കാക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അഗസ്റ്റിൻ ഗുയക്കാകും അവിടെ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സാധ്യത 11 അഗസ്റ്റിൻ ഗുയയാണ് റൈറ്റ് വിംഗ് ബാക്ക് പൊസിഷനിലുള്ളത്. ഇനി സെന്റർ ബാക്ക്മാരുടെ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ റൊമേറോ തന്നെ സ്ഥിര സാന്നിധ്യമായി അവിടെ ഉണ്ടാകും. നിലവിൽ പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ റൊമേറോയെ നമുക്ക് ആദ്യ 11 പരിഗണിക്കാം. ക്രിസ്ത്യൻ റൊമേറോയ്ക്കൊപ്പം അടുത്തൊരു സ്റ്റോപ്പർ ബാക്കായി പാർട്ണർഷിപ്പിൽ ഉണ്ടാകുക ലിസാൻഡ്രോ മാർട്ടിനസ് ആകും. നിക്കോളാസ് ഓട്ടോമൻഡി ഉണ്ടെങ്കിലും ഓട്ടോമൻഡിയുടെ നിലവിലെ പ്രായവും ഫിസിക്കെല്ലാം പരിഗണിക്കുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസിന് തന്നെയാണ് സാധ്യതയുള്ളത്. എങ്കിലും ഓട്ടോമൻഡിയെയും ലിസാൻഡ്രോ മാർട്ടിനസിനെയും മാറി മാറി പരീക്ഷിക്കാൻ തന്നെയാകും പരിശീലകൻ ലിയണൽ സ്കലോനിയുടെ തീരുമാനം. ഇനി ലെഫ്റ്റ് വിംഗ് ബാക്കിലേക്ക് വരുമ്പോൾ ജൂലിയസ് സോളർ ആകും അവിടെ സ്ഥാനം പിടിക്കാൻ സാധ്യതയുള്ളത്. മാർക്കോസ് അക്കൂന, തഗ്ലിയാഫിക്കോ എന്നീ എക്സ്പീരിയൻസ്ഡ് ആയ താരങ്ങൾ അവിടെ ഉണ്ടെങ്കിലും പരിശീലകൻ സ്കലോനിയുടെ സിസ്റ്റത്തിന് വളരെയധികം ആപ്റ്റായ താരമാണ് ജൂലിയസ് സോളർ. കാരണം പ്രതിരോധത്തോടൊപ്പം തന്നെ മുന്നേറ്റത്തിനും ഒരുപോലെ ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന താരമാണ് സോളർ. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ അർജന്റീനയുടെ ഡെഡ്ലി കോംബോ അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഡീപോൾ തന്നെയാകും. നിലവിലെ സാഹചര്യത്തിൽ മധ്യനിരയിലെ ഈ 3 താരങ്ങൾക്ക് ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇനി മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഫോർവേഡായി ജൂലിയൻ ആൽവരസ് തന്നെയാകും ഉണ്ടാകുക. ലെഫ്റ്റ് ഫോർവേഡിൽ ലിയണൽ മെസ്സിയും റൈറ്റ് ഫോർവേഡിൽ തിയാഗോ അൽമാഡയുമാകും ഉണ്ടാകുക. സെൻട്രൽ ഫോർവേഡിൽ ജൂലിയൻ ആൽവരസിനെയും ലൗതാറോ മാർട്ടിനസിനെയും മാറി മാറി പരീക്ഷിക്കാൻ തന്നെയാകും പരിശീലകൻ സ്കലോനിയുടെ തീരുമാനം.
അതുപോലെ തന്നെ ലെഫ്റ്റ് ഫോർവേഡിൽ തിയാഗോ അൽമാഡയ്ക്ക് പകരം അലക്സാൻഡ്രോ ഗർനാച്ചോ അല്ലെങ്കിൽ നിക്കോ ഗോൺസാലസ് എന്നിവർക്കും ആദ്യ 11-ൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി റൈറ്റ് ഫോർവേഡിൽ കളിക്കുന്ന ലിയണൽ മെസ്സിക്ക് ബാക്കപ്പ് ആയിക്കൊണ്ട് പൗലോ ഡിബാല, ഏഞ്ചൽ കൊറിയ എന്നിവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഫോർമേഷൻ ഇത്തരത്തിലാണെങ്കിലും മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ സ്കലോനിയുടെ തന്ത്രങ്ങളിൽ അപ്പാടെ മാറ്റം വരാറുണ്ട്. ഫോർമേഷനിൽ റൈറ്റ് ഫോർവേഡിൽ കാണപ്പെടുന്ന ലിയണൽ മെസ്സി മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെൻട്രൽ സ്ട്രൈക്ക് റോളിലേക്ക് മാറും. ആ ഒരു സമയം സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിക്കുന്ന അലക്സിസ് മാക്കലിസ്റ്റർ അല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസ് എന്നിവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കേണ്ടി വരും. ആ ഒരു സമയം ഇരു വിംഗ് ബാക്കുകൾക്കും കൂടുതൽ ആക്രമണ ഫുട്ബോൾ കാഴ്ചവെക്കാൻ സാധിക്കും. ഈ ഒരു സമയം മധ്യനിരയിൽ ലിയണൽ മെസ്സി കളി തന്റെ കൈക്കുള്ളിലാക്കുകയാണെങ്കിൽ മുന്നേറ്റത്തിൽ ജൂലിയൻ ആൽവരസിന് കൂടുതൽ സ്വതന്ത്രനായി കളിക്കാനും സാധിക്കും. ഈ ഒരു ടാറ്റിക്സ് ആണ് കഴിഞ്ഞ പല മത്സരങ്ങളിലും ലിയണൽ സ്കലോനിക്ക് കീഴിൽ അർജന്റീന പുറത്തെടുത്തത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലിയണൽ മെസ്സിക്ക് മികച്ചൊരു ബാക്കപ്പായിട്ട് പൗലോ ഡിബാലയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം പൗലോ ഡിബാല അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വരാനിരിക്കുന്ന 2026 വേൾഡ് കപ്പ് സ്ക്വാഡിൽ യുവതാരങ്ങളെ ഉൾപ്പെടുത്തി സ്കലോനി മാറ്റങ്ങൾ വരുത്തണം എന്നാണോ, അതോ നിലവിൽ സ്ക്വാഡിലുള്ള താരങ്ങളെ തന്നെ നിലനിർത്തിയാൽ മതി എന്നാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക.